എടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിനോട് വളരെ അടുത്തായിട്ട് മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു യൂണീക്ക് ഡിസൈനിലുള്ള വീടിൻ്റെ കാഴ്ചയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുള്ളത്. 5 സെൻറ്റാണ് ലാൻഡ് ഏരിയ വരുന്നത്. 2300 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. മാത്രമല്ല 3ഓളം വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ട് ഇൻറ്റീരിയർ ഡിസൈനോട് കൂടി ഡിസൈൻ ചെയ്തിരിക്കുന്ന വീടും കൂടിയാണ്. ഇനി ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകുന്നതാണ്. ഏകദേശം 8 കിലോമീറ്ററാണ് ഇവിടുന്ന് വരുന്ന ദൂരം. അതുപോലെ എടപ്പള്ളി ലുലു മാളിലേക്ക് 9 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. അങ്ങനെ കാക്കനാടിനും എടപ്പള്ളിക്കും പുക്കാട്ടുപടിക്കും മിഡിലായിട്ടുള്ളൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. മെയിൻ റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന ഇന്ത്യാന റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ യുണീക്ക് ഡിസൈനുള്ള വീട് എന്നുള്ളത്. ഇതിൻ്റെ ടെക്സ്ചർ ഡിസൈൻ്റെ വർക്കുകൾ ഇതിൻ്റെ മതിലിലും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു മതിലിന് പാറ്റേണും വന്നിട്ടുണ്ട്. LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കോമഡിനകത്തേക്ക് വരാം. സ്ലൈഡിങ് ഗേറ്റും ഫോൾഡിംഗ് ഗേറ്റും ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടൈലും ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് പോർച്ചിനകത്തായിട്ട് ഇതിന് KW വാട്ടറിൻ്റെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. നടക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. ടാപ്പ് വരുന്നുണ്ട്. പവർ പോയിൻ്റ് ആണെങ്കിൽ പോർച്ചിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈസ്റ്റ് സൈഡിലേക്ക് വരാം. അപ്പം പോർച്ചിനകത്ത് ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞും 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കോമ്പൗണ്ടിനകത്ത് തന്നെ കിട്ടുന്നുണ്ട്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഇവിടെ ഒരു പ്ലാന്റർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ട് പ്ലാന്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പം നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് തന്നെയായിട്ട് വെല്ല് വരുന്നുണ്ട്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറും കൂടിയാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ഇതിന് കിച്ചന് വന്നുള്ളത്. ഇവിടെയായിട്ട് ഒരു ടാപ്പ് പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീടിനകത്തേക്കാണ് പോകുന്നത്. ഇതിൻ്റെ സിറ്റൗട്ട് വന്നിരിക്കുന്നത് നാനോ ടൈലിലാണ്. ഭംഗിയുള്ളൊരു സിറ്റൗട്ട് വന്നിട്ടുണ്ട്. നേരെ അകത്തേക്ക് കയറാം. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് വെസ്റ്റിലേക്കാണ്. പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്യുന്ന ഡോറും കൂടിയാണ്. 2 പീസ് ഡോറാണ് കൊടുത്തുള്ളത്. പാനലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല വുഡിൽ തീർത്ത ഡോറ് വന്നിട്ടുണ്ട്. നേരെ നമ്മൾ വീടിനകത്തേക്ക് കയറുകയാണ്. മനോഹരമായുള്ളൊരു ലിവിങ് സ്പേസ് ആണ്. നല്ല സ്പേഷ്യസ് ആണ്. ഇത് കൂടാതെ ഇതിനെ ഭംഗിയാക്കുന്നത് ഒരു ഭാഗത്ത് വരുന്ന ടെക്സ്ചർ ഡിസൈനാണ്. ഇത് കൂടാതെ ഇതിൻ്റെ ഒരു ഫൈബർ ലാമിനേഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. കോർണറിലൊരു ഫാൻ വരുന്നുണ്ട്. ഹാങ്ങിങ് ലൈറ്റുകളാണെങ്കിലും വലിയൊരു ഹാങ്ങിങ് ലൈറ്റാണ് കിട്ടിയിട്ടുള്ളത്. അതിന് മേലെയും ജിപ്സം പാനൽ വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനെ വീണ്ടും മനോഹരമാക്കുന്നത് ഇതിൻ്റെ ഗ്ലാസ് വിൻഡോസ് ആണ്. വലിയൊരു ഗ്ലാസ് വിൻഡോസ് വരുന്നുണ്ട്. ഇത് കൊടുത്തിരിക്കുന്നത് ടഫൻഡ് ഗ്ലാസ്സിൽ തന്നെയാണ്. ഇനി TV യൂണിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വലിപ്പമുള്ളൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ധാരാളം കബോർഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്യൂരിയസ് വയ്ക്കാം, അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് വയ്ക്കാവുന്നതാണ്. ഇതൊരു ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ളൊരു ലിവിങ് സ്പേസ് ആണ്. അതാണ് ഇതിനെ ഭംഗിയാക്കുന്നത്. ഇതിലേക്ക് ഒരു വ്യൂ കൂടി നമുക്ക് മേലെ നിന്നുണ്ട്. അപ്പർ ലിവിങ് സ്പേസ് എന്നൊരു വ്യൂ കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഗംഭീരമായിട്ടൊരു ലിവിങ് സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോവുകയാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ്. കിച്ചനോട് ചേർന്ന് തന്നെയായിട്ട് ഡൈനിങ് സ്പേസ് കൊടുത്തിരിക്കുകയാണ്. വലിപ്പമുള്ളൊരു ഡൈനിങ് ടേബിൾ ഇട്ടാലും കൺജസ്റ്റൻ ആവാത്ത രീതിയിൽ നല്ല സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെയുള്ളൊരു വിൻഡോസുകൾ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഈ വീടിൻ്റെ പ്രത്യേകത തന്നെ വലിപ്പമുള്ള ഗ്ലാസ് വിൻഡോസുകളാണ്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റ് അകത്തേക്ക് വീഴുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു വലിയൊരു കൗണ്ടർ വാഷ് സ്പേസും കിട്ടിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ധാരാളം കിട്ടിയിട്ടുണ്ട്. ഒരു സൈഡിലും സ്റ്റോറേജ് സ്പേസ് വരുന്നത് ഇൻഡോർ പ്ലാന്റ്സ് വയ്ക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയ മിറർ വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഫൈബർ ലാമിനേഷൻ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഗംഭീരമായിട്ടുള്ളൊരു വാഷ് കൗണ്ടറാണ് കിട്ടിയിട്ടുള്ളത്. കൂടാതെ നമുക്കൊരു ഓപ്പൺ കൗണ്ടറും കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. LED ലൈറ്റുകളും കവറിങ്ങും ഒക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതലായിട്ടും ലൈറ്റിൻ്റെ ഒരു കളർ ടോൺ വന്നിരിക്കുന്നത് വാം ലൈറ്റ് ആണ്. ഫാനും ഭംഗിയായിട്ട് ഹാങ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതലും ഫൈബർ ലാമിനേഷൻ വർക്കും കൂടി യൂസ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കിച്ചണിലേക്കാണ് വരുന്നത്.
കിച്ചൺ സി ടൈപ്പിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കൈയെത്തുന്ന ദൂരത്തെല്ലാം കബോർഡുകൾ വരുന്നുണ്ട്. കബോർഡിൻ്റെ കളർ പാറ്റേണും ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫാൻ വരുന്നുണ്ട്. ഫാൾ സീലിംഗിൽ LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈസ്റ്റ് സൈഡ് വരുന്നത്. ഈസ്റ്റ് സൈഡിൽ 3 പാളി ജനലാണ് വന്നുള്ളത്. ഇത് നോർത്ത് സൈഡ് വരുന്നത്. അപ്പം നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചൺ വന്നുള്ളത്. ക്വാളിറ്റി ഉള്ള 2 ടാപ്പ് വന്നിട്ടുണ്ട്. സിങ്കും ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. അപ്പം ഇതിൻ്റെ കളർ പാറ്റേണും മാറ്റമുണ്ട്. ഇനി നേരെ നമ്മൾ ഇതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് വരുന്നത്. നല്ലൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഗ്രാനൈറ്റിൽ സിങ്ക് വന്നിരിക്കുകയാണ്. നല്ലൊരു സിങ്ക് കോക്ക് വന്നിട്ടുണ്ട്. 2 സൈഡും തുറക്കാവുന്ന രീതിയിൽ നമുക്ക് ഡോറ് കിട്ടിയിട്ടുണ്ട്. ഫ്രിഡ്ജോ ഓവനോ മറ്റോ ഒക്കെ നമുക്ക് ഇവിടെ വെക്കാവുന്നതാണ്. കാരണം ഇവിടെ പവർ പോയിന്റ് വന്നിട്ടുണ്ട്. ഫ്രിഡ്ജ് നമുക്ക് വർക്ക് ഏരിയയിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഈ വർക്ക് ഏരിയയുടെ പ്രത്യേകതയും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ഡോർസ് തന്നെയാണ് ഇതിന് വന്നുള്ളത്. അപ്പോൾ ക്ലാസ് ആയിട്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു വർക്ക് ഏരിയ ആണ്. ഇവിടെ നിന്ന് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നോർത്ത് വെസ്റ്റ് ഭാഗമാണ്. നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ധാരാളം സ്പേസ് ഉണ്ട്. ഫുള്ള് ടൈല് വിരിച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ ക്ലോസ് ചെയ്യാം. അപ്പം താഴെ വരെ സീൽഡ് ആയിട്ടുള്ള ഡോറാണ് വന്നുള്ളത്. അതുകൊണ്ട് പുറത്തുനിന്നുള്ള ജീവികളൊന്നും അകത്തേക്ക് വരാത്ത രീതിയിലാണ് ഈ ഡോറ് വരെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആദ്യം നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ പോവാം. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. 12.5 അടി നീളവും 12 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ഇതാണ് വെസ്റ്റ് സൈഡ്. ഇത് നോർത്ത് സൈഡ്. ഫാൾ സീലിംഗ് വർക്ക്, LED ലൈറ്റുകൾ, ഫാന്, ഭംഗിയുള്ള കബോർഡ് എല്ലാം അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ബാത്റൂമിൻ്റെ സ്പേസിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ കിട്ടുന്നുണ്ട്. മിറർ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബാത്റൂമിലേക്കാണ് വരുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സിറയുടെ ഒരു വാഷ് ബേസ് വന്നിട്ടുണ്ട്. മിറർ, ലൈറ്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വന്നിരിക്കുന്നത് സിറയുടെയാണ്. പക്ഷേ കൺസീൽഡ് ഫ്ലഷ് വാൾവാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വന്നിരിക്കുന്നത് ജാഗ്വറിൻ്റെയാണ്. ഇപ്പം സിറയുടെ ഡയവേർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. റെയിൻ ഷവർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഫാൻ വരുന്നുണ്ട്. സീലിംഗ് ലൈറ്റുകൾ വരുന്നുണ്ട്. പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ ടൈല് കൊടുത്തിരിക്കുകയാണ്. താഴെ മാറ്റ് ടൈല് വിത്ത് ഗ്ലോസിയാണ്. ഫൈബർ ഡോറാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമും ബെഡ്റൂമും നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്. വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് ഈസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. അപ്പം സൗത്ത് ഈസ്റ്റ് ഭാഗമായിട്ട് വരും. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം ഒരു 11 അടി നീളവും 10 അടി വീതിയിലുമാണ്. ഇനി കബോർഡിൻ്റെ സ്ഥാനം വരികയാണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് കയറിയിട്ടാണ് കബോർഡ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബെഡ്റൂമിൻ്റെ സ്പേസ് നമുക്ക് പൂർണ്ണമായിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിൽ അതിങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡോറൊക്കെ കൊടുത്തുള്ളത്. ഫുൾ ലെങ്ത് മിററും വരുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോകാം. സ്റ്റെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായുള്ളൊരു സ്റ്റെയർ പാറ്റേണിലാണ്. ടീക്കിൻ്റെ ഹാൻഡിൽ വന്നിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വുഡിൻ്റെ ടെക്സ്ചർ ടൈലാണ് കൊടുത്തുള്ളത്. കയറി ഒന്ന് ലാൻഡ് ചെയ്തിട്ട് വീണ്ടും കയറുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായുള്ളൊരു ഫാൾ സീലിംഗ് വർക്കും ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് മേലേക്ക് കയറാം. ഇപ്പോൾ നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലാണ് വന്നുള്ളത്. മനോഹരമായിട്ടാണ് ഫാൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ നമുക്ക് ലിവിങ്ങിലേക്ക് ഒരു വ്യൂവും കൂടി കിട്ടുന്നുണ്ട്. അപ്പം മനോഹരമായുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ്. ഇവിടെയും നമുക്ക് വേണമെങ്കിൽ TV സ്പേസ് ഒക്കെ ചെയ്യാവുന്നതാണ്. ബീൻ ബാഗ് ഒക്കെ കൊടുക്കാവുന്നതാണ്. ഫൈബർ ലാമിനേഷൻ വർക്കൊക്കെ ഇവിടെയും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് വരാം. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമും കൂടിയാണ്. 12.5 അടി നീളവും 12 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ഇതാണ് വെസ്റ്റ് സൈഡ്, ഇത് നോർത്ത് സൈഡാണ്. അപ്പോൾ നോർത്ത് വെസ്റ്റ് ഭാഗത്താണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും ഫാനും ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ മനോഹരമായിട്ട് 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. കളറിൻ്റെ പാറ്റേണിൽ മാറ്റം വന്നിട്ടുണ്ട്. അതായത് ടൈൽ പാറ്റേൺ വന്നിരിക്കുന്നത് വേറൊരു കളർ പാറ്റേണിലാണ്. വാഷ് ബേസിൻ, മിറർ, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് വാൽവ്, ഡയവേർട്ടർ, റെയിൻ ഷവർ, അങ്ങനെ ഭംഗിയായിട്ട് എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിന് ഫൈബർ ഡോറാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഈ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറുന്ന എൻട്രൻസിൽ തന്നെ ഒരു സ്റ്റഡി ഏരിയ കിട്ടിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാനുള്ള പവർ പോയിന്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഒരു സ്റ്റഡി സ്പേസോ അല്ലെങ്കിൽ വർക്ക് സ്പേസോ ആയിട്ടോ യൂസ് ചെയ്യാവുന്നതാണ്. ബെഡ്റൂമിലേക്ക് വരാം. പന്ത്രണ്ട് അടി നീളവും 10 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ഇത് ഈസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഭാഗം വരും. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാത്റൂം ഒന്ന് നോക്കാം. കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസും വന്നിട്ടുണ്ട്. മിറർ, ലൈറ്റ്, ഡയവേർട്ടർ,
റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിന്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ഹീറ്ററിൻ്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലാണ് കബോർഡും ചെയ്തിട്ടുള്ളത്. നേരെ നമുക്കിതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് ഒന്ന് പോവാം. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി സ്പേസ് ആണ്. ഇതിൻ്റെ ടൈൽ പാറ്റേൺ ഭംഗിയുള്ളൊരു ടൈൽ പാറ്റേണും കൂടിയാണ്. ഇവിടെയായിട്ട് നമുക്കൊരു അയൺ ടേബിളും കിട്ടിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ്റെ പവർ പോയിൻറ്റ്, വാട്ടർ പോയിൻറ്റ് അങ്ങനെ ഭംഗിയായിട്ട് അതും പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഫുൾ ഗ്രില്ല് ചെയ്തിരിക്കുകയാണ്. വേണമെങ്കിൽ ഒരു സ്റ്റഡി റൂമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗമാണ്. സ്റ്റെയർ വന്നിരിക്കുന്നത് കോൺക്രീറ്റിലാണ്. ഇത് കൂടാതെ ഹാൻഡിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ ആണ്. അത് റിസർവ് ചെയ്യണമെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുള്ളാണ്. ഇനി നമ്മളിതിൻ്റെ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. കവേർഡ് ബാൽക്കണിയും ഓപ്പൺ ബാൽക്കണിയും ഉണ്ട് ഇതിന്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കവേർഡ് ബാൽക്കണിയിലാണ്. കവേർഡ് ബാൽക്കണിയിൽ ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും ഫാൻസി ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഓപ്പൺ ബാൽക്കണി വരുന്നുണ്ട്. അതിന് ടൈലിൻ്റെ പാറ്റേണിൽ മാറ്റം വന്നിട്ടുണ്ട്. മാറ്റ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ ടഫ് ആൻഡ് ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 5 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 2300 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 3 വലിയ വാഹനങ്ങൾ പാർക്കാനുള്ള സ്പേസ് കോമ്പൗണ്ടിനകത്ത് കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ട് ഇന്റീരിയർ വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 1,20,00,000 രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ വീഡിയോ കണ്ട് വീടെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.